പവിത്രത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ മാഷ അകത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ വേദ ഇങ്ങനെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ ആ വന്നതെല്ലാം തന്നെ വിക്രത്തിന്റെ കൂട്ടുകാരാണ് എന്ന കാര്യം അമ്മക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ കമലമ്മ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല മോളെ, വിക്രമിനെ കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്തണമെന്നൊക്കെയാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ വേദ പറഞ്ഞിട്ട്, ഇല്ലമ്മേ ഇതൊരിക്കലും വിക്രമിന്റെ ആൾക്കാരാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്ന സമയത്തിന് നന്ദിനിയും പറയുന്നുണ്ട്, ഇത് ശരിക്കും വിക്രമിന്റെ എതിർഭാഗത്തുള്ള ആൾക്കാരായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു ഗ്യാങ് വാറാണെന്ന്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇതുവഴി ഇനി പ്രശ്നങ്ങളുണ്ടാവുമെന്നൊക്കെ ഇങ്ങനെ നന്ദിനി പറയുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട്, അതൊന്നും പ്രശ്നമല്ല, ഏതായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ, അമ്മ പേടിക്കൊന്നും വേണ്ട, അമ്മയുടെ കാലിൽ ഞാൻ അതേ കുഴമ്പിട്ട് ഒഴിഞ്ഞു തരാമെന്നൊക്കെ പറയും വേദ. അപ്പോഴേക്കും നന്ദിനിക്ക് കുശുമ്പി തോന്നിയിട്ട്, ഓ പിന്നെ അതൊക്കെ ഞങ്ങൾ ചെയ്തോളാമെന്നൊക്കെ പറഞ്ഞ് കമലമ്മയും പിടിച്ചുകൊണ്ട് പോവാട്ടെ നന്ദിനി. ഇതേ സമയത്ത് മാഷാണെങ്കിൽ വിക്രമിനെതിരെ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്തിന് നന്ദിനി കമലമ്മയുടെ കാലിൽ തേക്കാനുള്ള കുഴമ്പുമായിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്തിന് വേദ പുറകെ വന്ന് ചോദിക്കുന്നുണ്ട്, ഇതെന്താ കുഴമ്പ് കയ്യിൽ വന്ന് കൊണ്ടു കൊടുക്കുന്നത്, കുഴമ്പിട്ട് ഒഴിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും. എന്നാൽ പിന്നെ അത് ചെയ്തോളൂ എന്ന് ചോദിക്കുന്ന സമയത്തിന്, ഓ അതൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നന്ദിനി അവിടെ ഇരുന്നിട്ട് കമലമ്മയുടെ കാലിട്ട് ഇങ്ങനെ കുഴമ്പിട്ട് ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നന്ദിനി കുഴമ്പിട്ട് കൊടുക്കുന്നതോടുകൂടെ തന്നെ വേദ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. ഇവിടെ ചില ആൾക്കാർക്കൊക്കെ ഒരു വിചാരമുണ്ട് ഞാൻ ഒന്നിനും കൊള്ളില്ലാത്തവളാണ് എന്നങ്ങനെ പറയുന്ന സമയത്തിന് വേദ ചോദിക്കുന്നുണ്ട്, നന്ദിനിയെടുത്ത് എന്തിനാ ശ്രീജേടത്തിയെ പറ്റിയിട്ട് അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കും. പാവം ശ്രീജേടത്തിയെക്കുറിച്ച് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വേദ ചോദിക്കുന്ന സമയത്തിന് നന്ദിനി പറയുന്നത്, അയ്യോ ശ്രീജേടത്തിയെക്കുറിച്ചോ, ഞാൻ അതിന് ശ്രീജേടത്തിയെക്കുറിച്ചിട്ടൊന്നും പറഞ്ഞില്ല എന്ന് പറയും. ഞാൻ ശ്രീജേടത്തിയെ പറ്റിയിട്ട് അങ്ങനെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല എന്ന് പറയട്ടെ നന്ദിനി. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ഓഹോ അപ്പോൾ നന്ദിനിയെടുത്തിയുടെ മനസ്സിൽ എന്നെയാണല്ലേ വിചാരിച്ചു വെച്ചേക്കുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നന്ദിനിയെടുത്ത് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ചോദിക്കുകയാണ് വേദ. അപ്പം നന്ദിനി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സമയത്തിന് കമലമ്മ ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്തിനാണ് വേദയോട് അങ്ങനെയൊക്കെ പെരുമാറുന്നത്, അവളൊരു പാവല്ലേ എന്ന് ചോദിക്കും. അപ്പോഴേക്കും നന്ദിനിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് പാവം എന്നൊക്കെ പറഞ്ഞ് വേദയോടുള്ള ദേഷ്യം കണ്ടു തന്നെ അവൾ കുഴമ്പ് പിടിക്കുന്ന സമയത്ത് കാലിൽ പിടിച്ചങ്ങ് അമർത്തുകയാണ്. അതോടുകൂടി തന്നെ കമലമ്മയുടെ കാലങ്ങ് വേദനിക്കാൻ തുടങ്ങും. എന്നാൽ ഇത് കാണുന്ന സമയത്തിന് വേദ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്നോടുള്ള ദേഷ്യം അമ്മയുടെ കാലിൽ തീർക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ഞാനത് അമർത്തിയതാണെന്ന് പറയും. അപ്പോൾ വേദ പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ നിന്നും എഴുന്നേൽക്ക്, ഞാനത് ചെയ്തു കൊടുത്തോളാം എന്ന് പറയുന്ന സമയത്തിന് നന്ദിനി ചെയ്യുന്നില്ല കേട്ടോ. നന്ദിനി അങ്ങനെ അവിടെ നിന്നും എഴുന്നേൽക്കാൻ മടിക്കാണ്. പിന്നീടായിരിക്കും നന്ദിനിക്ക് ഓർമ്മ വരുന്നത് വേദ പണ്ട് കൈ പിടിച്ച് ഒടിച്ച കാര്യം. അതോടുകൂടി തന്നെ നന്ദിനി പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് കൊടുക്കുകയാണ് വേദക്ക്. അങ്ങനെ വേദ കമലമ്മയുടെ കാലിങ്ങനെ കുഴമ്പിട്ട് ഒഴിഞ്ഞു കൊടുക്കുന്ന സമയത്തായിരിക്കും ശ്രീജേടത്തി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീജ വന്ന് പറയുന്നുണ്ട്, അമ്മേ ഞാൻ പോയിട്ട് ഈ അരി ഒന്ന് പൊടിപ്പിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പോവാൻ നിൽക്കണേ. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, ശ്രീജേടത്തി ഒറ്റയ്ക്ക് പോവണ്ട, ഞാനും കൂടെ വരാം, എന്തെങ്കിലുമൊക്കെ നമുക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ പോവാലോ എന്ന് പറയുന്ന സമയത്തിന് എന്നാ നീ വാ എന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്നങ്ങ് പോവാണേ. അവരവിടെ നിന്നങ്ങ് പോയതിനു ശേഷം കമലമ്മ പറഞ്ഞിട്ട്, ഹോ അത് അങ്ങനെ ഒരു ജന്മം, മോൾ ഇതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, എനിക്കത് പ്രശ്നമൊന്നുമില്ല, കുറച്ച് കുശുമ്പും കുത്തിത്തിരിപ്പും അസൂയൊക്കെ ഉണ്ടെന്നല്ലാതെ നന്ദിനിയുടെ ഒരു പാവാണെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയാണ് വേദ. എന്നാൽ വേദയുടെ സ്വഭാവം സംസാര രീതിയൊക്കെ ഒത്തിരി അധികം ഇഷ്ടപ്പെടുന്നുണ്ടോ കമലമ്മക്ക്. വേദ ചോദിക്കുന്നുണ്ട്, അമ്മക്ക് തോന്നുന്നുണ്ടോ ആ വന്നതെല്ലാം തന്നെ വിക്രമിന്റെ കൂട്ടുകാരാണെന്ന്. അമ്മ പറഞ്ഞു വെച്ച് നോക്കുന്ന സമയത്ത് അതൊരിക്കലും വിക്രമിന്റെ കൂട്ടുകാരാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, അവിടെ വന്ന ആളും ബൈക്കിൽ വന്ന ആളും ഒരേതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയുന്ന സമയത്തിൻ്റെ കമലമ്മക്ക് അങ്ങ് പേടിയാവും. ഇതേ സമയത്തിന് മാഷിനായിരിക്കും കാണിക്കുന്നത്. മാഷ് വിക്രമിനെതിരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കാനുള്ള ആ ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് എഴുതിയിട്ടില്ലേ, അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആ ഗുണ്ടയായ താന്തോന്നിയായ എൻ്റെ മകനെ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യണമെന്ന രീതിയിലായിക്കോട്ടെ എഴുത്തെഴുതിയേക്കുന്നത്. ഇതേ സമയത്തിന് വേദ കമലമ്മയോട് പറയുന്നുണ്ട്, അമ്മ പേടിക്കൊന്നും വേണ്ട, ഏതായാലും വിക്രം ഇങ്ങോട്ടൊന്നും വന്നോട്ടെ എന്ന് പറയുന്ന സമയത്തിന് കമലമ്മ പറയുന്നുണ്ട്, അയ്യോ മോളെ വിക്രത്തിനോട് നീ ഇതൊന്നും പറയല്ലേ എന്ന് പറയും. അവനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഉടനെ തന്നെ ബൈക്ക് എടുത്തിട്ട് പ്രതികാരത്തിന് ഇറങ്ങും. അപ്പോൾ പിന്നെ അതിൻ്റെ പ്രശ്നം തീർക്കാനേ നേരമുണ്ടാവുള്ളൂ, അതുകൊണ്ട് മോൾ ഏതായാലും ഇതൊന്നും അവനോട് പറയണ്ടെന്ന് പറയും. അതും ശരിയാണ് എന്നിങ്ങനെ വേദ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടെ മാഷ ഒരു പരാതിയുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. മാഷ് വന്നിട്ട് ഇപ്പം കാലിന് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്തിന് കമലമ്മ പറയുന്നിട്ട്, ഇപ്പം കുഴപ്പമൊന്നുമില്ല, കുറവുണ്ട് എന്ന് പറയും. എന്നിട്ട് മാഷ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തന്നെ മാഷ് പറയുന്നിട്ട്, ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോവാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്കോ, അതെന്തിനാന്ന് ചോദിക്കുന്ന സമയത്തന്നെ മാഷ് പറയുന്നുണ്ട്, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അവനെ പിടിച്ച് ജയിലിൽ ഇട്ടില്ല എങ്കിൽ ഇതിങ്ങനെ നല്ല രീതിക്ക് പോകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മാഷ് എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തന്നെ മാഷ് പറയുന്നുണ്ട്, അതെ ഞാൻ അവനെതിരായിട്ട് ഒരു പരാതി എഴുതിയിട്ടുണ്ട്, അവനെ പിടിച്ച് സ്റ്റേഷനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ 2 ഗുണമുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഏതായാലും ഇനി മുതൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, അവനെ നാട്ടുകാരെല്ലാവരും ചേർന്ന് തല്ലിക്കൊല്ലുന്നതൊന്നും തന്നെ നമുക്ക് കാണണ്ടല്ലോ എന്ന് പറയും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് വേദക്ക് ദേഷ്യം വരാണ്ട് വേദ പറഞ്ഞിട്ട്, ഏതായാലും മാഷിന് ഇളയ മകനോടുള്ള ആ ഒരു സ്നേഹം കരുതലൊക്കെ എത്ര മാത്രമാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഇതൊന്നും നല്ല രീതിയിൽ തന്നെ പോകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. മാഷി പരാതിയുമായിട്ട് ചെന്ന ഉടനെ തന്നെ അവർ വിക്രത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുമെന്നാണോ മാഷി വിചാരിക്കുന്നത്?
ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. വിക്രം ഏതൊക്കെ കാര്യത്തിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നിട്ടുള്ളത് അന്നൊക്കെ അവരെല്ലാവരും ചേർന്നിട്ട് വിക്രത്തിനെ നല്ലൊന്ന് അടിച്ചൊരു പരുവമാക്കിയിട്ടുണ്ട്. അങ്ങനെ മാത്രമേ അവർ പ്രതികാരം ചെയ്യുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതി കിട്ടിയ അതിൻ്റെ അടിസ്ഥാനത്തിലും അവർ നേരെ വിക്രത്തിനെ കൊണ്ടുപോയിട്ട് ഒരുപാടിട്ട് ഇടിക്കും അടിക്കൊക്കെ ചെയ്യുമെന്നൊക്കെ പറയും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിലെ കമലമ്മക്ക് ഭയങ്കര സങ്കടമായിരിക്കും. എന്നിട്ട് വേണ്ട മാഷെ അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറയും. അപ്പോൾ വേദയും പറഞ്ഞിട്ട് മാഷ് ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല, മാഷ് ഒരിക്കലും ഈ പരാതിയുമായിട്ട് പോകാൻ പാടില്ല. മാഷ് എങ്ങാനും ഈ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതൊരു കള്ള പരാതിയാണെന്ന് പറഞ്ഞ് ഞാൻ അതിനെതിരായിട്ട് പരാതി കൊടുക്കുമെന്ന് പറയും. വിക്രത്തിനെതിരായിട്ട് എന്തെങ്കിലും സ്റ്റേഷനിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു പരാതി വന്നിട്ടുണ്ടോ? എൻ്റെ അച്ഛനും ഏട്ടനും കൊടുത്ത പരാതിയല്ലാതെ ഇതുവരെയായിട്ട് വിക്രത്തിനെതിരായിട്ട് ഒരു പരാതിയും സ്റ്റേഷനിൽ വന്നിട്ടില്ല എന്നൊക്കെ പറയട്ടെ വേദ. കാപ്പ ചുമത്താനുള്ള നിയമപ്രകാരം വിക്രമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് എന്തായി? അത് അങ്ങനെയല്ല എന്ന് തെളിയിച്ചിട്ട് എൻ്റെ ജഡ്ജിയായിട്ടുള്ള അച്ഛൻ പോലും വിക്രത്തിനെ വെറുതെ വിട്ടില്ലേ? ആ കാര്യങ്ങളൊക്കെ അച്ഛൻ മറന്നുപോയോ എന്നൊക്കെ ചോദിക്കാട്ടെ വേദ. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് നിന്റെ നിയമപരിജ്ഞാനമൊന്നും എൻ്റെ അടുത്ത് വില പോകില്ല എന്ന് പറയാണ് മാഷ്. അപ്പോൾ വേദ പറയുന്നുണ്ട് നിയമത്തിൻ്റെ മുന്നിൽ കുട്ടിയാണെങ്കിലും മാഷാണെങ്കിലും അതാരാണെങ്കിലും നിയമം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് വേദ. ഇതേ സമയത്തിന് കമലമ്മ പറഞ്ഞിട്ട് അയ്യോ മാഷെ അങ്ങനെയൊന്നും ചെയ്യല്ലേ, അവരെല്ലാവരും ചേർന്നിട്ട് എൻ്റെ കുഞ്ഞിനെ ഒരുപാടധികം ഉപദ്രവിക്കും, അതുകൊണ്ട് മാഷ് ദയവ് ചെയ്ത് പരാതി കൊടുക്കല്ലേ എന്നൊക്കെ പറയും. അപ്പോഴേക്കും മാഷ് അതിനെ പറ്റിയിട്ട് ചിന്തിക്കട്ടെ. വേദ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മാഷിനങ്ങ് ദേഷ്യം വന്നിട്ട് ആ ഒരു പരാതി അങ്ങ് വലിച്ചു കീറും. ഞാൻ ഏതായാലും നിന്റെ മോനെതിരായിട്ട് പരാതി കൊടുക്കുന്നില്ല, ഇനിയിപ്പോൾ ഞാനായിട്ട് നിന്റെ മോനെ ജയിലിൽ കയറ്റി എന്നൊരു ഇത് വേണ്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്റെ പരാതി വലിച്ചു കീറാണ്. അങ്ങനെ മാഷ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് അങ്ങ് കയറി പോവാണ്. പോകുന്ന സമയത്തിന് പിന്നെയും തിരിഞ്ഞു നിന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ഈ കാര്യം ഞാനായിട്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഏത് സമയത്തും ഇങ്ങനൊരു കാര്യം നീ പ്രതീക്ഷിച്ച് കാത്തിരുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും മാഷ് അകത്തേക്ക് പോകുന്നത്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ കമലമ്മ സങ്കടപ്പെട്ടിങ്ങനെ പൊട്ടിക്കരയുന്ന സമയത്ത് തന്നെ വേദ സമാധാനിപ്പിക്കുന്നുണ്ട്. അമ്മ ഇങ്ങനെ കരയല്ലേ, വിക്രം ഏതായാലും മാറും, ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ല, ഇത് ഞാൻ അമ്മക്ക് തരുന്ന വാക്കാണെന്നൊക്കെ പറയും. ഞാൻ ഏതായാലും വിക്രമിനെ മാറ്റിയെടുക്കും അമ്മയെന്നിങ്ങനെ വേദ വാക്ക് കൊടുക്കുന്ന സമയത്തിന് കമലമ്മക്കൊന്ന് ആശ്വാസമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അനിയൻ കുട്ടനും രാജേട്ടനും അവരെല്ലാവരും ഇരുന്ന് ക്യാരം ബോർഡ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് വിക്രം ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവൻ കുറേ നേരമായാലോ ആലോചിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന സമയത്തിന് രാജേട്ടൻ പറയുന്നത് പിന്നെ ആലോചിക്കാതിരിക്കോ, അവൻ പുതുമണവാളനല്ലേ. ഇത് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വന്നിട്ട് മതി ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ചോദിക്കുന്നുണ്ട് എടാ നീ എന്തിനാടാ പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്? വെറുതെ അതിൻ്റെ ജീവിതം കൂടെ പാഴാക്കാനായിട്ട് നീ ഒരു ജോലിയും കൂലി ഇല്ലാത്തതിനാണെന്ന് അറിഞ്ഞിട്ട് പോലും അവൾ നിന്റെ കൂടെ നിൽക്കുന്നില്ലേ? അപ്പോൾ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിനക്ക് ആ പെൺകുട്ടിയുമായിട്ട് ബീച്ചിലോ കടപ്പുറത്തൊക്കെ ഒന്ന് ചിറ്റാൻ പോയിക്കൂടെ എന്ന് ചോദിക്കും. എന്നിട്ട് അനിയൻകുട്ടൻ വിക്രത്തിനെ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടിയിട്ട് അറിയാതെ അവിടെ പാട്ടൊക്കെ പാടിയിട്ട് ഡാൻസൊക്കെ കളിക്കും. എന്നാൽ ഇതെല്ലാം കാണുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വരണം. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആഹാ അപ്പോൾ നിങ്ങളെല്ലാവരെയും അവൾ അങ്ങ് കയ്യിലെടുത്തോ എന്ന് ചോദിക്കും. അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട് അതേടാ ഞങ്ങൾക്ക് എല്ലാവർക്കും അവൾ 10 ലക്ഷം രൂപ വീതം തന്നു, എന്നിട്ട് നിന്നോട് അവളോട് ചിരിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവൾ ഞങ്ങളോട് പറഞ്ഞു എന്നൊക്കെ പറയും. എടാ നിന്റെ ഭാഗ്യടാ, നിനക്ക് അവളെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടിയത് നിന്റെ ഭാഗ്യമായിട്ട് കാണാമെടാ എന്നിങ്ങനെ വിക്രത്തിനോട് ഉപദേശിക്കുന്ന സമയത്തിൻ്റെ വിക്രം ചോദിക്കുന്നുണ്ട് രാജേട്ടൻ എന്തൊക്കെയാണ് വിചാരിച്ചു വെച്ചേക്കുന്നത്? അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ കൂടെ സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണെന്നാണോ? അപ്പോൾ പിന്നല്ലാതെ എന്തിനാടാ അവൾ നിന്റെ ജീവിതത്തിലേക്ക് വന്നതെന്ന് ചോദിക്കും. അവൾ ഒരു പാവം പിടിച്ച പെണ്ണാണ് എന്ന കാര്യം നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? നിന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നിനക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ അവൾ ചെയ്തു എന്നൊക്കെ ചോദിക്കണം രാജേട്ടൻ. നിനക്ക് വേണ്ടി സംസാരിക്കാനും നിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനൊക്കെ വേണ്ടിയിട്ട് അവൾ എത്രമാത്രം ത്യാഗം ചെയ്തു എന്നൊക്കെ ചോദിക്കും. അപ്പോൾ വിക്രം പറയുന്നത് പക്ഷേ അവൾ ഒരിക്കലും എൻ്റെ കൂടെ വന്നത് എൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല രാജേട്ടാ, അവൾ എന്തിനാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവൾ ആദ്യത്തെ ദിവസം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ് വിക്രം. എന്നിട്ട് അന്നത്തെ ആ ഒരു ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിക്കണേ. നിങ്ങളുടെ കൂടെ ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ജീവിതം നരകമായിരിക്കും എന്നായിരിക്കട്ടെ വേദ പറഞ്ഞത്. എന്നിട്ട് അതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് രാജേട്ടൻ ചോദിക്കുന്നുണ്ട് അവൾ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് അങ്ങനെയല്ലല്ലോ അവൾ നിന്നോട് പെരുമാറുന്നത്. നിന്നോട് ഇത്ര കാലം നല്ല രീതിയിൽ മാത്രമല്ലേ വേദമോള് പെരുമാറിയിട്ടുള്ളൂ, നിനക്ക് വേണ്ടിയിട്ട് അവൾ എത്ര കാര്യം ചെയ്തു തന്നടാ. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വന്നിട്ട് ഒരു വേതാള കഥ എന്ന് പറയുന്ന സമയത്തിന് രാജേട്ടനെ ദേഷ്യപ്പെടണേ. എടാ നിർത്തടാ നിന്റെ വേതാള കഥ, നിനക്കൊരു ജോലിയും കൂലിയും ഇല്ലാഞ്ഞിട്ട് പോലും അവൾ നിന്റെ കൂടെ ജീവിക്കുന്നില്ലേ, അതും സന്തോഷത്തോടു കൂടിയല്ലേ നിന്റെ കൂടെ അവൾ ജീവിക്കുന്നത്. എന്നിട്ട് നീ എന്തെങ്കിലും ഒരു സ്നേഹം ആ പെൺകുട്ടിക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ടോടാന്നൊക്കെ ചോദിക്കുകയാണേ. എന്നാൽ രാജേട്ടൻ്റെ വാക്കെല്ലാം കേട്ടുകൊണ്ട് തന്നെ വിക്രം ഒന്നും മിണ്ടാതെ അവിടെ നിന്നങ്ങ് എഴുന്നേറ്റ് പോവാണ്. എന്നിട്ട് രാജേട്ടൻ പറഞ്ഞതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുകയാണ്. എൻ്റെ ഭർത്താവിനെ അങ്ങനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വേദ പറഞ്ഞതും പോലീസ് സ്റ്റേഷനിൽ വെച്ച് വീണു പോകുമ്പോഴും തനിക്ക് ഓടി വന്നിട്ട് വേദ താങ്ങായി നിന്നതും വേദയെ താലി കെട്ടുകയും വേദ എപ്പോഴും തന്നോട് സ്നേഹത്തോടെ മാത്രം പെരുമാറിയ ആ ഒരു നിമിഷങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കട്ടോ വിക്രം. ഇതേ സമയത്തായിരിക്കും തൻ്റെ വണ്ടിയുടെ മുന്നിലേക്ക് രാധയുടെ വണ്ടി വരുന്നത്. രാധ വന്ന് ചോദിക്കുന്നുണ്ട് നീ ആ പോലീസുകാരനെ പിടിച്ചടിച്ചല്ലേ, നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട് അതെ നീ അതൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട,
അതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് പറയാണ് വിക്രം. അപ്പോൾ അയാൾ ഇനി പ്രതികാരം ചെയ്യാൻ ഇറങ്ങൂലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറയും. അപ്പോൾ രാധ പറഞ്ഞിട്ട് എന്നാ പിന്നെ അയാൾ അത് തുടങ്ങിക്കഴിഞ്ഞു, നേരിട്ടല്ലെന്ന് മാത്രം. അപ്പം രാധ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതേ കവലയിൽ കുറച്ച് സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇതാണ് ഇപ്പം അവിടുത്തെ സംസാരം. അപ്പോൾ എന്താ കാര്യം, എന്താ നടന്നതെന്നിങ്ങനെ വിക്രം ചോദിക്കുന്ന സമയത്ത് തന്നെ വിക്രത്തിൻ്റെ അച്ഛനെയും അമ്മയും ഉപദ്രവിച്ച കാര്യങ്ങളെല്ലാം തന്നെ രാധ അങ്ങനെ വിക്രത്തിനോട് പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം കേട്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ ദേഷ്യപ്പെട്ട് വണ്ടി എടുത്തിട്ട് അവിടെ നിന്നങ്ങ് പോവാട്ടോ വിക്രം. അങ്ങനെ ദേഷ്യപ്പെട്ട് കലിതുള്ളി ബൈക്കും എടുത്ത് അവിടെ നിന്നങ്ങ് പോകുന്ന വിക്രത്തെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.